Welcome back to today's class. Let's move to activity 5. അപ്പോൾ ആക്ടിവിറ്റി 5 ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ ടീച്ചർ. കംപ്ലീറ്റ് ദ പാരഗ്രാഫ്. ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം യൂസിങ് ദ സ്യൂട്ടബിൾ വേർഡ്സ്. ഉചിതമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട്. എവിടെയുണ്ട് വേർഡ്സ്? ഗിവൺ ഇൻ ദ ബോക്സ്. താഴെ ബോക്സിൽ തന്നിട്ടുണ്ട്. So let us read the paragraph. Anna had an aunt. അന്നക്കൊരു ആൻറ്റി ഉണ്ടായിരുന്നു. ഡേഷ് നെയിം വാസ് അരുന്ധതി. അവരുടെ പേര് അരുന്ധതി എന്നാണ്. അപ്പോൾ അവർ എന്ന് പറയുന്നതിന് പകരം ഇവിടെ അവരൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്കുകൾ ഇവിടെ നോക്കുക. ഇവിടെ ഒന്ന് ഷീ ഉണ്ട്, പിന്നെ ഹെർ ഉണ്ട്. അപ്പോൾ ഷീ നെയിം വാസ് അരുന്ധതി എന്ന് വരില്ലല്ലോ. അപ്പോൾ എന്താ ഇവിടെ വരിക? ഹെർ നെയിം വാസ് അരുന്ധതി. ഓക്കെ. വൺ ഡേ ഓൺ അരുന്ധതി മെയ്ഡ് പേപ്പർ ബോട്ട്സ് ഫോർ അന്ന. ഒരു ദിവസം അരുന്ധതി ഓണ്ടി അന്നയ്ക്ക് വേണ്ടി പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. നോക്കി പേരുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതെപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതുമ്പോഴൊക്കെ നോക്കണം. ഓക്കെ. അന്ന പ്ലേഡ് വിത്ത് ദം. അന്ന അതൊക്കെ കൊണ്ട് കളിച്ചു. അപ്പോൾ അന്നയ്ക്ക് എന്തായി? ഭയങ്കര സന്തോഷമായി അല്ലേ? അന്ന ബിക്കെയിം വെരി ഹാപ്പി. അപ്പോൾ ഇവിടെ അന്ന എന്നുള്ള വേർഡ് ഇല്ല. പകരം ഏത് വേർഡ് നമുക്ക് ഉപയോഗിക്കാം? ഷീ ബിക്കെയിം വെരി ഹാപ്പി. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഷീ എഴുതുമ്പോൾ യെസ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അന്ന വെൻറ്റ് ടു ദ സ്ട്രീം. അന്ന സ്ട്രീമിലേക്ക് പോയി. ആൻഡ് ലോഞ്ച്ഡ് ഡാഷ് ബോട്ട്. ലോഞ്ച്ഡ് എന്ത് ബോട്ടാ? ഹെർ ബോട്ട്. അവളുടെ ബോട്ട് അതിൽ വെച്ചു. അത് ബോട്ട് എന്ന് പറയുന്നത് ജീവനുള്ള സാധനം അല്ലല്ലോ. അപ്പം എന്താണ് അതിനെ നമ്മൾ ഇറ്റ് എന്നാണ് പറയേണ്ടത്. ഫുൾ സ്റ്റോപ്പാണ്, അതുകൊണ്ട് ഐ ക്യാപിറ്റൽ. ഇറ്റ് മൂവ്ഡ് പ്രൗഡ്ലി. എ ബോയ് കെയിം ദർ. ഒരു ബോയ് അവിടെ വന്നു. ഡാഷ് ഡിസ്ട്രോയിഡ് ദ ബോട്ട്. ബോട്ട് ഡിസ്ട്രോയ് ചെയ്തു. ബോയ് ഇവിടെ ഇല്ല, സോ നമുക്ക് ഹി ഡിസ്ട്രോയിഡ് ദ ബോട്ട് എന്ന് പറയാം. അന്ന സ്റ്റേഡ് അറ്റ് ഹിം ആംഗ്രിലി. അന്ന അവനെ തുറച്ചു നോക്കി. ഡാഷ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അതിന് പറ്റിയ വേർഡ് ഏതാണ്? ദേ. സോ ക്യാപിറ്റൽ ലെറ്റർ ടി. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. ഓൺ അരുന്ധതി വെൻ ടു ഹെർ ആൻഡ് കൺസോൾഡ്. ഷീ ആണോ ഹെർ ആണോ? ഹെർ. ഓക്കെ. നൗ ലെറ്റ് us read the remaining part of our story. Page number 42. A true friendship. യഥാർത്ഥ സൗഹൃദം. അന്ന gently launched her boat. അന്ന പതുക്കെ അവളുടെ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കി. സ്വിഫ്റ്റ്ലി. വേഗതയിൽ. ദ ബോട്ട് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം. വേഗതയിൽ അത് അരുവിയിലൂടെ ഒഴുകിക്കൊണ്ടേയിരുന്നു. ദ ബോയ് സ്റ്റുഡ് ദർ വാച്ചിങ് ഇറ്റ്. ബോയ് അതിങ്ങനെ നോക്കി നിന്നു. എ ഫെയിൻറ്റ് സ്മൈൽ അപ്പിയേർഡ് ഓൺ ഹിസ് ലിപ്സ്. അവൻ്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിടർന്നു. അപ്പിയേർഡ് മീൻസ് അവിടെ കാണാമായിരുന്നു. അന്ന ലുക്ക്ഡ് അറ്റ് ദ ബോയ്. അന്ന ബോയെ നോക്കി. എങ്ങനെയാ? ത്രൂ ദ കോർണർ ഓഫ് ഹെർ ഐസ്. അവളുടെ കണ്ണിൻ്റെ കോണിലൂടെ. അതായത് മുഖം തിരിച്ചു നോക്കാതെ നമ്മൾ കണ്ണിങ്ങനെ ഒരു ഭാഗത്തോട്ട് ചെരിച്ച് ബാക്കോട്ടേക്ക് നോക്കാറില്ലേ? അങ്ങനെ അവൾ നോക്കിയത്. സഡൻലി പെട്ടെന്ന് ഷീ സോ ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ്. അവൾ കണ്ടു. എന്താ കാഴ്ച? അവളുടെ ബോട്ട് ചളിയും കല്ലും നിറഞ്ഞ ഒരു കൂനയിൽ പോയി ഇടിച്ചു നിന്നു അല്ലേ? വാട്ടർ സ്പ്ലാഷ്ഡ് എഗെയിൻസ്റ്റ് ഇറ്റ്. വെള്ളം അതിനെതിരെ തെറിച്ച് വന്നു. എന്നിട്ട് എന്തായി? ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. അതിനകത്തോട്ടേക്ക് വെള്ളം കയറാൻ വേണ്ടി തുടങ്ങി. ഇൻ എ ഫ്ലാഷ്. എന്താ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് ഇങ്ങനെ അടിയാറുള്ളത്. നമുക്ക് എത്ര സമയം ആ ഫ്ലാഷ് അവിടെ നിൽക്കാറുണ്ട്? ഒരൊറ്റൊരു സെക്കൻഡ് അല്ലേ? അപ്പം അത്രയും വേഗതയിലൊരു ഫ്ലാഷ് അടിയുന്ന അത്രയും വേഗതയിൽ ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. അവൻ ആ അരുവിയിലേക്ക് എടുത്ത് ചാടി. ആൻഡ് പുൾ ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ. എന്നിട്ട് എന്ത് ചെയ്തു? ആ ബോട്ടിനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നു. ഹി ഗേവ് ഇറ്റ് ടു അന്ന. എന്നിട്ട് എന്ത് ചെയ്തു? അത് അന്നക്ക് കൊടുത്തു. ഷീ ടുക്ക് ദ ബോട്ട് ആൻഡ് സ്മൈൽഡ്. അവൾ ആ ബോട്ട് വാങ്ങിയിട്ട് പുഞ്ചിരിച്ചു. ദ ബോയ് സ്മൈൽഡ് ബാക്ക് പ്ലസന്റ്ലി. ബോയും തിരിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അന്ന ജെന്റ്ലി പ്ലേസ്ഡ് അനദർ ബോട്ട് ഇൻ ദ സ്ട്രീം. അന്ന വേറൊരു ബോട്ട് സ്ട്രീമിലേക്ക് ഇറക്കി. ഇറ്റ് സെയിൽഡ് സ്വിഫ്റ്റ്ലി. അത് വേഗതയിൽ സെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ഡ്രിഫ്റ്റഡ് പാസ്റ്റ്. വേറൊരു വഴിയിലൂടെ വഴിമാറിപ്പോയി. പ്രാവശ്യം ചളിയിലും കല്ലിലൊന്നും കൊണ്ട് ഇടിച്ചില്ല. സൂൺ ഇറ്റ് വാസ് ഔട്ട് ഓഫ് സൈറ്റ്. അങ്ങനെ അത് കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് മറഞ്ഞു പോയി. അന്ന ആൻഡ് ബോയ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. അന്നയും ബോയും പരസ്പരം നോക്കി. ആൻഡ് സ്മൈൽഡ്. അവർ പുഞ്ചിരിച്ചു. ഇപ്പോൾ രണ്ടാളും ആരായി? നല്ല ഫ്രണ്ട്സ് ആയല്ലേ?
വാട്ട് മെയ്ഡ് അന്ന ഹാപ്പി? എന്തായിരിക്കും അന്നയെ സന്തോഷിപ്പിച്ചത്? ഇപ്രാവശ്യം ഇതിനു മുമ്പ് അവൻ അന്നയുടെ ബോട്ട് പൊളിക്കാൻ വേണ്ടി നോക്കിയവനാണ്. പക്ഷെ ഇപ്രാവശ്യം അന്നയുടെ ബോട്ടിന് ഒരു കേട് വന്നത് ബോയ്ക്ക് ഇഷ്ടമായോ? ഇല്ല അല്ലേ? അവൻ ആ ബോട്ടിനെ രക്ഷപ്പെടുത്താൻ നോക്കി. ഇതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അന്ന ബിക്കെയിം ഹാപ്പി ബിക്കോസ് ബോയ് സേവ്ഡ് അന്നാസ് ബോട്ട് അല്ലേ? വൈ ഡിഡ്ന്റ് ദ ബോയ് ഡിസ്ട്രോയ് അന്നാസ് ബോട്ട്? എന്തുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം ബോയ് അന്നയുടെ ബോട്ട്സ് ഒന്നും ഡിസ്ട്രോയ് ചെയ്യാതിരുന്നത്? ബിക്കോസ് അന്ന ഗിഫ്റ്റഡ് ഹിം 2 പേപ്പർ ബോട്ട്സിൽ 2 പേപ്പർ ബോട്ട്സ് അന്ന അവന് കൊടുത്തു. അതുകൊണ്ടാണ്. ദിസ് ഇസ് ദ പോയം യു ആർ ആസ്ക്ഡ് ടു റീഡ്. ഈ പോയാണ് നിങ്ങളടുത്ത് വായിച്ച് എൻജോയ് ചെയ്യാൻ പറഞ്ഞത്. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ് us പ്ലേ ടുഗെദർ, ഹാവിങ് ഫൺ all together. Your turn, then my turn. Let us share. Say thank you. Sharing is caring. It's what we do. അപ്പോൾ ഇതിനകത്ത് നിങ്ങളോട് കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എവിടെയാണ് വേർഡ്സ് ആഡ് ചെയ്യേണ്ടത്? ഈ പ്ലേ മാറ്റാം, പിന്നെ ഹാവിങ് ഫണ്ണും മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വേർഡാണ്? പ്ലേ ആയതുകൊണ്ട് ഹാവിങ് ഫൺ. ഇനിയിപ്പോൾ വേറൊരു വേർഡ് വരുമ്പോൾ അതിന് ചേരുന്ന വേർഡ്സ് 2 വേർഡ്സ് ഇവിടെ ആഡ് ചെയ്യണം. വേറെ ഒന്നും മാറ്റാനില്ല. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ പ്ലേ എന്നുള്ള വേർഡ് മാറ്റിയിട്ട് ടീച്ചർ അവിടെ വേറെ ചില ആക്ഷൻ വേർഡ്സും അതിനോട് ചേരുന്ന വേറൊരു വേർഡും കൂടി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ മോർ ലൈൻസ് ആഡ് ചെയ്തിട്ട് എഴുതുക. ആവശ്യമുള്ള വേർഡ്സൊക്കെ നിങ്ങൾക്ക് എത്ര വേർഡ്സ് വേണമെങ്കിലും ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലൈനിലുള്ള വേർഡ് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ രീതിയിൽ മോർ ലൈൻസ് ആഡ് ചെയ്തിട്ട് ചെയ്യുക. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങൾക്ക് LSS എക്സാമിനൊക്കെ വരാറ്. ഓക്കെ, സോ ബി കെയർഫുൾ വൈൽ ഡൂയിങ് സച്ച് വർക്ക്സ്. So hope you understood up to this. See you in the next class. Till then, bye bye and take care.